ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. വളരെ രുചികരമായ, അതും പച്ച പപ്പായ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാക്ക്. നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു റെസിപ്പി ആയിരിക്കും ചിലപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം. എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിനൊരു പേരൊന്നുമില്ല, പപ്പായയുടെ കേക്ക് എന്ന് നമുക്ക് പറയാം. അതിന് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഹാഫ് മതി. ഇത് വലിയ പപ്പായ അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല പോലെ പഴുത്തിട്ടില്ല. ഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള പപ്പായാണ് കിട്ടിയത്. എൻ്റെ കയ്യിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ളതോ അല്ലെങ്കിൽ പച്ചപ്പപ്പായോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എടുക്കുക. പച്ചപ്പപ്പായ കൊണ്ടാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാറ്. ഇപ്പോൾ മനസ്സിലായി, ഈ കളറുള്ള ജസ്റ്റ് ഒരു മൂത്ത് പോയ പപ്പായോടും ചെയ്യാം, നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മുഴുവനും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് പോലെ ഉണ്ട് ശരിക്കും കാണാനിത്, കളറ് മാറിയതുകൊണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്രൈ പാനിലിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പപ്പായയിലേക്ക് ഒന്ന് മധുരം കിട്ടാനായിട്ടാണ്. ഇത് ജസ്റ്റ് മൂത്ത പപ്പായ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൽ മധുരം ഉണ്ട്, എന്നാലും ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി മധുരം നമുക്ക് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇടാം. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്ന ഒന്ന് നമ്മൾ വായിലിട്ട് നോക്കിയാൽ മതി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ. അപ്പോൾ ആ ലെവലിലെത്തിയാൽ നമ്മൾ പപ്പായ വേറൊരു ബൗളിലേക്ക് മാറ്റേണ്ടതാണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കൊക്കെ റെഡിയാക്കി വെച്ചാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അവർക്ക് പപ്പായ ആണ് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലേ പപ്പായ എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ ഇത് തിന്നുമ്പോൾ. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൗൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു മിക്സ് ഒഴിക്കാനുണ്ട്. ഈ പപ്പായയും നമ്മൾ ഒഴിക്കുന്ന ആ മിക്സും കൂടി നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സ്ലൈസ് ബ്രെഡും 3 മുട്ടയും ഇടുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ജ്യൂസാക്കി എടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി പഞ്ചസാര ഇതിലിട്ടിട്ട് നിങ്ങൾ ആവശ്യത്തിന് 3 ടേബിൾ സ്പൂണാണ് വേണ്ടത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇടുക. അതും കൂടി ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടിയിട്ട് മിക്സിയിൽ നല്ല പോലെ അടിച്ചിട്ട്, ഏലക്കാപ്പൊടി ഞാൻ മിക്സിയിലല്ല ഇട്ടത്, മറന്നു പോയിരുന്നു. ഈ ബൗളിലേക്കാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ആ മിക്സും കൂടി ഒഴിച്ച് നല്ല പോലെ എല്ലാം ഒന്ന് മിക്സാകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ഫുള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കലക്കി വെച്ച പപ്പായ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കുറച്ച് വെക്കണം. ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഗാർണിഷിങ്ങിനൊക്കെ മേലെ നട്ട്സ് പോലത്തത് ഇടാം. ഞാനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതടച്ച് വെച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ടൈം എടുത്ത് വന്ന് നോക്കിയപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ്
അതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ പപ്പായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ കട്ട് ചെയ്യാണ്. സോഫ്റ്റ് ആയിട്ടില്ലേ? കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്? അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻ്റ് അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ എല്ലാം കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ടിലേക്കും ഫാമിലിയിലേക്കും എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്.